നമസ്കാരം. പ്രാണ ലൈഫ് കെയർ ഹെൽത്ത് വ്ലോഗിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഡോക്ടർ പൂജ. പ്രമേഹം അതായത് ഡയബറ്റിസ്, നമ്മൾ എല്ലാവരും എപ്പോഴും പറയുന്ന ഒരു വാക്കാണ് ഷുഗർ, അല്ലെ? ഈ പ്രമേഹ രോഗത്തിന് പല തെറ്റിദ്ധാരണകളും അതുപോലെ തന്നെ കുറച്ച് സത്യാവസ്ഥകളും ഉണ്ട്. ആ ഒരു തെറ്റിദ്ധാരണകൾ മാറ്റാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. അതിൽ ആദ്യത്തെ ഒരു തെറ്റിദ്ധാരണയാണ്, നമ്മൾ ഷുഗർ ഒന്നും കഴിക്കുന്നില്ല, അതായത് ഞാൻ പഞ്ചസാരയൊന്നും അധികം കഴിക്കുന്നില്ല, അത് കാരണം തന്നെ എനിക്ക് ഡയബറ്റീസ് വരാനുള്ള ചാൻസ് ഇല്ല, എനിക്ക് വരത്തില്ല, അത് കാരണം ടെസ്റ്റ് ചെയ്യാതെ എങ്ങനെ ഇരിക്കാം. ഓക്കെ. പിന്നെയുള്ളൊരു തെറ്റിദ്ധാരണയാണ്, വീട്ടിലാർക്കും, അതായത് അച്ഛനും അമ്മയ്ക്കും ഒന്നുമില്ല, അപ്പൊ പിന്നെ എനിക്കും സ്വാഭാവികമായിട്ടും ഉണ്ടാവില്ല. ഈ ഒരു തെറ്റിദ്ധാരണയും ഉണ്ട്. നമ്മുടെ ഇപ്പോഴത്തെ ഒരു ലോകത്ത് 10 പേരെടുത്താൽ അതിൽ ഒരാൾക്ക് പ്രമേഹം ഉണ്ടെന്നാണ് കണക്ക്. അതിൽ പകുതി പേർക്കും രോഗമുണ്ടെന്ന് തിരിച്ചറിയുന്നില്ല. മറ്റു ചിലരാകട്ടെ രോഗമുണ്ട് എന്ന് ഡയഗ്നോസ് ചെയ്താൽ പോലും അതിനെ കൃത്യമായി, അതായത് ശാസ്ത്രീയമായി ചികിത്സിക്കാതെ മുന്നോട്ട് പോവുകയും ചെയ്യുന്നുണ്ട്. നമ്മൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് പ്രമേഹം വരാതെ സൂക്ഷിക്കുക. അതേപോലെ തന്നെ പ്രമേഹം വന്നാൽ അതിനെ ശാസ്ത്രീയമായ രീതിയിൽ നേരിടുക, അതിനെ മാനേജ് ചെയ്ത് കൊണ്ടുപോവുക എന്നതാണ് നമ്മൾ ചെയ്യേണ്ട പ്രാഥമിക കാര്യം. കൂടാതെ തന്നെ കൃത്യമായ ഒരു ഇടവേളയിൽ നമ്മൾ എന്തായാലും തീർച്ചയായും നമ്മൾ ഈ ഷുഗർ, കൊളസ്ട്രോൾ, അതുമായി തന്നെ സെഡൻഡറി ലൈഫ് സ്റ്റൈൽ കൊണ്ടുണ്ടാവുന്ന ഡിസീസസ് ഒക്കെ നമുക്ക് ടെസ്റ്റ് ചെയ്ത് ഇല്ല എന്ന് ഉറപ്പുവരുത്തുകയും വേണം. അപ്പൊ നമ്മൾ നമ്മുടെ മെയിൻ കണ്ടന്റിലേക്ക് കടക്കാം, അല്ലെ? അതായത് പ്രമേഹത്തെ കുറിച്ചുള്ള സത്യാവസ്ഥകളും തെറ്റിദ്ധാരണകളും ഒന്നും നമുക്ക് വിശകലനം ചെയ്യാം. അതിൽ ഒന്നാമത്തെ കാര്യമാണ്, ഞാൻ പഞ്ചസാര അധികം കഴിക്കുന്നില്ല, എന്റെ ഫുഡ് ഹാബിറ്റ്സിന്റെ അകത്ത് പഞ്ചസാരയുടെ അളവ് വളരെ കുറവാണ്, അത് കാരണം തന്നെ എനിക്ക് ഷുഗർ വരാനുള്ള ചാൻസ് ഇല്ല, എനിക്ക് ഷുഗർ ഇല്ല എന്ന് തള്ളിക്കളയുന്നവരാണ് മെജോറിറ്റി പേര്. നമ്മുടെ ശരീരത്തിൽ നമ്മൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ എന്താണ് ഉണ്ടാവുക? നമ്മുടെ ഭക്ഷണം ഡൈജഷൻ പ്രോസസ്സിലേക്ക് കടക്കും, അല്ലെ? അത് ഫൈനൽ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് ഗ്ലൂക്കോസ് എന്നുള്ളത്. മറ്റു പ്രോഡക്ട്സും ഉണ്ട്, ബട്ട് ഒരു പ്രോഡക്റ്റ് ആണ് ഗ്ലൂക്കോസ് എന്നുള്ളത്. നമുക്ക് എല്ലാവർക്കും ഒരു ഹോർമോൺ ഉണ്ട്, ഇൻസുലിൻ. അതായത് പാൻക്രിയാസ് സെക്രീറ്റ് ചെയ്യുന്ന ഒരു ഹോർമോൺ ആണ് ഇൻസുലിൻ എന്നുള്ളത്. ഈ ഒരു ഇൻസുലിന്റെ ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നതിനുള്ള പ്രശ്നമോ അതോ അത് കറക്റ്റ് ആയിട്ട് പ്രവർത്തിക്കാതിരിക്കുന്നതോ കൊണ്ടാണ് ഈ ഡയബറ്റിസ് വരുന്നത്. അതായത് കറക്റ്റ് ആയിട്ട് ഗ്ലൂക്കോസിനെ ശരീരത്തിലേക്ക് അബ്സോർബ് ചെയ്യാനുള്ള ഒരു കഴിവ് നഷ്ടപ്പെടും. അത് കാരണമാണ് ഡയബറ്റിസ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ പഞ്ചസാര കഴിച്ചത് കൊണ്ട് മാത്രം ഷുഗർ ഉണ്ടാവണമെന്നില്ല. ബിക്കോസ് നമ്മൾ എല്ലാ ഭക്ഷണം കഴിക്കുമ്പോഴും അതിൻ്റെ അകത്ത് കാർബോഹൈഡ്രേറ്റ്സ് ഉണ്ട്, വിച്ച് വിൽ ഡെഫിനറ്റ്ലി ബ്രേക്ക് ഡൗൺ ഇൻ ടു ഗ്ലൂക്കോസ്. അതാണ് നമ്മുടെ ഡയബറ്റിസ് വരാനുള്ള ഒരു മെയിൻ ആയിട്ടുള്ള കാരണം. സോ പ്രമേഹം ഉള്ള ഒരാൾ പഞ്ചസാര കഴിക്കാതിരിക്കുന്നത് കൊണ്ട് ഈ ഒരു പ്രമേഹ രോഗം നമുക്ക് നിയന്ത്രണത്തിൽ കീപ്പ് ചെയ്യാൻ, അതായത് കൺട്രോളിൽ കീപ്പ് ചെയ്യാൻ അത് സഹായിക്കുന്നതാണ്. സോ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഫുഡ് ഹാബിറ്റ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഒരു പ്രമേഹ രോഗിക്ക്. പ്രമേഹ രോഗിക്ക് മാത്രമല്ല, പ്രമേഹം വരാതിരിക്കാനും ഇയാളിത് ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നെയുള്ളൊരു തെറ്റിദ്ധാരണ എന്താണെന്ന് വെച്ചാൽ, അച്ഛനും അമ്മയ്ക്കും ഒന്നുമില്ല, സോ എനിക്കും ഉണ്ടാവില്ല, അതായത് പാരമ്പര്യമില്ല, സോ ആ ഡയബറ്റിസ് വരില്ല അല്ലെങ്കിൽ വരാനുള്ള ചാൻസ് ഇല്ല, അത് കാരണം അതിനെ ടെസ്റ്റ് ചെയ്യാതിരിക്കുക അല്ലെങ്കിൽ ഫ്രീ ആയിട്ട് വിടുക, അങ്ങനെ ചെയ്യുന്നവരും നമുക്ക് ചുറ്റുമുണ്ട്. സത്യത്തിൽ പാരമ്പര്യം ഒരു റിസ്ക് ഫാക്ടർ തന്നെയാണ്. അതായത് നമുക്കൊരു ഹെറിഡിറ്ററി, അതായത് അച്ഛനോ അമ്മയ്ക്കോ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും അടുത്തൊരു ജീനിലേക്ക് അത് ട്രാൻസ്മിറ്റ് ചെയ്യും. പക്ഷേ പാരമ്പര്യം മാത്രം അല്ല അതിൻ്റെ ഒരു റിസ്ക് ഫാക്ടർ. ലൈക്ക് അമിതവണ്ണം, അതുപോലെ തന്നെ തെറ്റായിട്ടുള്ള ഒരു ഫുഡ് ഹാബിറ്റ്സ്, അതുപോലെ തന്നെ വ്യായാമക്കുറവ്, ഇതൊക്കെ അസോസിയേറ്റഡ് ആയിട്ടുള്ള റിസ്ക് ഫാക്ടേഴ്സ് ആണ്. നമുക്ക് റിസ്ക് ഫാക്ടർ കാൽക്കുലേറ്റർ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഗൂഗിളിലൊക്കെ അടിച്ചാൽ അല്ലെങ്കിൽ ഇന്റർനെറ്റിലൊക്കെ ഈസിലി ആയിട്ട് അവൈലബിൾ ആയിട്ടൊരു കാൽക്കുലേറ്റർ ആണ്, ഒരു റിസ്ക് ഫാക്ടർ ഇൻഡെക്സ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് എടുക്കാൻ പറ്റും. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, പാരമ്പര്യം മാത്രം ഒരു ഘടകമല്ല, അതിൻ്റെ ഒപ്പം വേറെ സപ്പോർട്ടീവ് ആയിട്ടുള്ള ഫാക്ടേഴ്സും ഒക്കെ ഉണ്ടെന്നാണ്. പിന്നെയുള്ളൊരു തെറ്റിദ്ധാരണയാണ്, ഡയബറ്റിസ് യൂഷ്വലി കുറച്ച് തടിയുള്ളവർക്കാണ് വരിക എന്നുള്ളത്. അത് കംപ്ലീറ്റ് ആയിട്ടുള്ള ഫോൾസ് ഇൻഫർമേഷൻ ആണ്. അത് ഹ്യൂമൻ ഫിസിക് ഇസ് നോട്ട് എൻ ഇൻഡെക്സ് ഫോർ കാൽക്കുലേറ്റിംഗ് ദ ഡയബറ്റിസ്. അതായത് മെലിഞ്ഞവരായാൽ കൂടി ഡയബറ്റിസ് വരാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പൊ റീസെന്റ് ആയിട്ടൊരു സ്റ്റഡി നടന്നപ്പോൾ അതിൻ്റെ അകത്ത് ഏഷ്യ, പെർട്ടിക്കുലർലി ഇന്ത്യൻസിനാണ്, അതായത് ഇന്ത്യൻസിന് യൂഷ്വലി ഫിസിക് എന്നുള്ളത് മെലിഞ്ഞവരാണ്, അപ്പൊ അവർക്കൊക്കെ ഡയബറ്റിസ് ഉണ്ടതാണ്. നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാവുന്നതാണ്, മെലിഞ്ഞതുകൊണ്ട് മാത്രം ഡയബറ്റിസ് വരില്ല എന്ന് പറയാൻ പറ്റില്ല. നേരത്തെ പറഞ്ഞ പോലെ തന്നെ തെറ്റായിട്ടുള്ള ഫുഡ് ഹാബിറ്റ്സും അതുപോലെ തന്നെ വ്യായാമക്കുറവും സെഡൻഡറി ആയിട്ടുള്ള ലൈഫ് സ്റ്റൈലും ഒക്കെ ഇതിന് സപ്പോർട്ടീവ് ആവും. ഇത് മാത്രമല്ല, നമുക്ക് അസോസിയേറ്റ് ആയിട്ടുള്ള വേറെ വല്ല ഡിസീസസ് വന്നാലും ഇങ്ങനെ വരും. പിന്നെയുള്ളൊരു തെറ്റിദ്ധാരണയാണ്, പ്രമേഹം വന്നാൽ എല്ലാവരും പേടിച്ച് എല്ലാവരും ഫുഡൊക്കെ ഡയറ്റ് കൺട്രോൾ ഒക്കെ ചെയ്തിരിക്കും. ഡെഫിനറ്റ്ലി ഫുഡ് കൺട്രോൾ ഈസ് ഇമ്പോർട്ടൻറ്റ്, പക്ഷെ നമുക്ക് അതിൻ്റെ ഒപ്പം തന്നെ പ്രോപ്പർ ആയിട്ടുള്ള എക്സസൈസും ഒരു അറ്റ്ലീസ്റ്റ് ഒരു 30 minutes എയറോബിക് എക്സസൈസ്, അതായത് നിങ്ങൾ വിയർക്കുക, അതായത് യു ഹാവ് ടു സ്വെറ്റ് ലൈക്ക് എ പിഗ്, അങ്ങനെയാണ് പറയുക. നമ്മൾ എന്തായാലും അറ്റ്ലീസ്റ്റ് ഒരു 30 minutes നിങ്ങൾ നന്നായി വിയർക്കുക.
വളർത്താൻ തന്നെ നിങ്ങളുടെ ബോഡിയിലുള്ള ടോക്സിൻസ്, ആ ടോക്സിൻസ് എന്ന് പറയുന്നത് എക്സ്ട്രാ ഗ്ലൂക്കോസ് ആയിക്കോട്ടെ, എക്സ്ട്രാ കൊളസ്ട്രോൾ ആയിക്കോട്ടെ, എക്സ്ട്രാ ഫാറ്റ് ആയിക്കോട്ടെ, എവറിത്തിങ് വിൽ ബി യൂസിങ് ഔട്ട് via your sweat. Okay, so നിങ്ങൾ എന്തായാലും 30 minutes aerobic exercise is very important. അത് എല്ലാവർക്കും ബാധകമാണ്. പ്രമേഹം ഉള്ളവരാവട്ടെ, പ്രമേഹം വരാതിരിക്കാനും ഇത് നമ്മളെ സഹായിക്കുന്നതാണ്. അതുപോലെ തന്നെ കൺസിസ്റ്റന്റ് ആയിട്ട് നമ്മളൊരു പ്രത്യേക ഒരു ഇടവേള വെച്ചിട്ട് നമുക്ക് ഈ ഒരു ഡയബറ്റിസ് മാത്രമല്ല, കൊളസ്ട്രോൾ ആയിക്കോട്ടെ, ലിവർ ഫംഗ്ഷൻ ടെസ്റ്റും കിഡ്നി ഫംഗ്ഷൻ ടെസ്റ്റും യൂറിനും ഇതൊക്കെ ഒന്ന് അറ്റ്ലീസ്റ്റ് ഒരു 6 months കൂടുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഒന്ന് ടെസ്റ്റ് ചെയ്യാവുന്നതാണ്. 30 വയസ്സിന് താഴെയുള്ളവരാണെങ്കിൽ നിങ്ങൾക്കൊരു once in a year ടെസ്റ്റ് ചെയ്താൽ മതി. ഇപ്പൊ 30 years പ്ലസ് ആയി കഴിഞ്ഞാൽ ഒരു 6 months ഇന്റർവെല്ലിൽ നിങ്ങൾക്ക് ടെസ്റ്റ് ചെയ്യാവുന്നതാണ്. ടെസ്റ്റ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് പല ഉപയോഗങ്ങളുണ്ട്. ലൈക്ക് ഫോർ എക്സാമ്പിൾ, ഞാൻ പിന്നെ ടെസ്റ്റ് ചെയ്തു, സോ മൈ റിപ്പോർട്ട്സ് ആർ ഓൾ ഓക്കെ, ഓൾ ഫൈൻ. സോ അതിന്റെ അർത്ഥം ഞാൻ ഇങ്ങനെ തന്നെ പോകണം, ഈ ഒരു ഹെൽത്ത് ഞാൻ കീപ്പ് അപ്പ് ചെയ്ത് പോകണം. അതുപോലെ തന്നെ ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ഞാൻ ടെസ്റ്റ് ചെയ്തപ്പോൾ ഞാനൊരു ബ്രിമ്മിലാണ് നിൽക്കുന്നത്. അതായത് ബ്ലഡ് ഷുഗർ ടെസ്റ്റ് നമുക്ക് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു വാല്യൂ അങ്ങനെയാണെങ്കിൽ വാട്ട് യു ടു ഡു ഇസ് ദാറ്റ് നിങ്ങൾ അത് കൺട്രോൾ ചെയ്യാനുള്ള തന്നെ ചെയ്യണം. നേരെ പോയിട്ട് മരുന്ന് കഴിക്കണം എന്നല്ല ഞാൻ പറയുന്നത്, ബട്ട് അതൊരു ബ്രിം ലെവലിലാണെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ് ആയിട്ടും ആ ഒരു ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് വരുത്തിയാൽ തന്നെ നിങ്ങൾക്ക് കൺട്രോളിൽ വരുത്താൻ പറ്റും. നെക്സ്റ്റ് 6 months നിങ്ങൾ ചെയ്ത് നോക്കൂ, നിങ്ങളുടെ അത് കൺട്രോളിൽ വന്നിട്ടുണ്ടാവും. സോ നിങ്ങൾക്ക് മരുന്ന് കഴിക്കേണ്ട ഒരു ആവശ്യം വരില്ല. യൂഷ്വലി എല്ലാവരും ഈ ഷുഗർ ഉണ്ട് എന്നുള്ളതൊക്കെ നമ്മൾ എന്തെങ്കിലുമൊക്കെ ആകുമ്പോഴാണ്, അതായത് ഒരാളൊന്ന് ഫെയിൻറ്റ് ചെയ്ത് വീണു, അപ്പോൾ ഒന്ന് ഷുഗർ ടെസ്റ്റ് ചെയ്യുമ്പോഴാണ് ഷുഗർ കൂടി കിടക്കണോ അല്ലെങ്കിൽ കുറഞ്ഞു കിടക്കുന്നോ ഒക്കെ നമുക്ക് മനസ്സിലാവുന്നത്. പക്ഷെ അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. 30+ കഴിഞ്ഞാൽ ഈ ഒരു ലൈഫ് സ്റ്റൈൽ നമുക്ക് എല്ലാവർക്കും വൈറ്റ് കോളർ ജോബ്സ് ആണ് കൂടുതൽ പേർക്കും. ദാറ്റ് മീൻസ് നമ്മുടെ ഹ്യൂമൻ ബോഡി അധികം അനങ്ങുന്നില്ല. അത് കാരണം തന്നെയാണ് ഗ്ലൂക്കോസ് കറക്റ്റ് ആയിട്ട് സിന്തസൈസ് ചെയ്ത് പോവാത്തത്. ആ ഒരു കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ചെക്കപ്പ് ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ആ ഒരു കൺട്രോളിലുണ്ടോ, നമ്മൾ ഓക്കെ ആണോ എന്ന് നമുക്ക് തന്നെ സെൽഫായിട്ട് വിലയിരുത്താവുന്നതാണ്, വിത്തൗട്ട് എനി ഡോക്ടേഴ്സ് ഗൈഡൻസ്. ഓക്കെ, ഒരു പക്ഷേ നമ്മൾ ടെസ്റ്റ് ചെയ്തു, നമ്മൾ വിചാരിക്കാത്ത അത്ര ഹൈ വാല്യൂ ആണെങ്കിൽ ഡെഫിനറ്റ്ലി ഗോ ആൻഡ് കൺസൾട്ട് എ ഡോക്ടർ. അവർ പ്രിസ്ക്രൈബ് ചെയ്യുന്ന മെഡിക്കേഷൻസ് സ്റ്റാർട്ട് ചെയ്യുക, കണ്ടിന്യൂ ചെയ്യുക ആൻഡ് കൺട്രോൾ ഇറ്റ്, ആൻഡ് അലോങ് വിത്ത് ദ ഫിസിക്കൽ എക്സസൈസ്, അലോങ് വിത്ത് ദ ഫുഡ് ഹാബിറ്റ്സ് ആൻഡ് ഓൾ. ഓക്കെ, ഇത് നമ്മൾ ഡയബറ്റീസ് ഉണ്ട്, പ്രമേഹം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് പേടിച്ച് ജീവിക്കേണ്ട ഒരു ആവശ്യമില്ല. ഇറ്റ്സ് എ വെരി കോമൺ ഡിസീസ്, ബട്ട് മേക്ക് ഷുവർ ദാറ്റ് യു മേക്ക് ഇറ്റ് ഇൻ കൺട്രോൾ. സോ നിങ്ങൾക്ക് കുറച്ച് ഉള്ള തെറ്റിദ്ധാരണകളും അതുപോലെ തന്നെ കുറച്ചൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് വേറെ വല്ല സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ് ആയിട്ടും കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാവുന്നതാണ്. സോ മറ്റൊരു ഹെൽത്ത് വ്ലോഗുമായിട്ട് ഞാൻ പിന്നെ വരുന്നതാണ്. സോ ദാറ്റ്സ് ഇറ്റ്. താങ്ക്സ് ഫോർ വാച്ചിങ്.